സ്വർണവില കുത്തനെ ഇടിഞ്ഞു. സ്വർണവില കുത്തനെ ഉയർന്നു. ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ് അല്ലെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ കുത്തനെ ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കുറഞ്ഞു, കുത്തനെ ഉയർന്നു ഒറ്റയടിക്ക് അത് വർദ്ധിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇടിഞ്ഞു, കുത്തനെ ഉയർന്നു അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരുപാട് സിനോണിംസ് ഉണ്ടാകും, ആ വാക്കിന്റെ തന്നെ പല അർത്ഥങ്ങൾ വരുന്ന വേറെ വാക്കുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ഈ സെന്റൻസിൽ നോക്കാം. സ്വർണവില കുത്തനെ ഇടിഞ്ഞു. സ്വർണവില ഗോൾഡ് പ്രൈസ് കുത്തനെ ഇടിഞ്ഞു. ഗോൾഡ് പ്രൈസ് ഹാസ്. അപ്പൊ ഇവിടെ കുത്തനെ ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ ഡ്രോപ്ഡ് എന്ന് പറയാം, പക്ഷെ കുത്തനെ ഒറ്റയടിക്ക് റാപ്പിഡ് ആയിട്ട് ഒറ്റയടിക്ക് അത് ഡ്രോപ്പ് ആവല്ലേ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്ലംമെറ്റഡ്. പ്ലംമെറ്റഡ്. ഗോൾഡ് പ്രൈസ് ഹാസ് പ്ലംമെറ്റഡ്. സ്വർണവില കുത്തനെ ഉയർന്നു. ഇനി ഒറ്റയടിക്ക് അത് വർദ്ധിച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഗോൾഡ് പ്രൈസ് ഹാസ് ഹൈപ്പർ ഇൻഫ്ലേറ്റഡ്. അതായത് ഒറ്റയടിക്ക് വരുന്നതിന് നമ്മൾ പറയുന്നത് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നാണ്. അപ്പൊ ഇവിടെ പാസ്റ്റ് വരുമ്പോൾ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ്. താങ്ക് യു.